പപ്പി നമ്മളെ ആ പഴയ പടമില്ലേ ഫ്രണ്ട്സ്, അത് ഞാൻ പണ്ടെല്ലാം കാണുമ്പോൾ അല്ലേ ഞാൻ ജയറാമിൻ്റെ സൈഡാണ്. പക്ഷെ കല്യാണത്തിന് ശേഷം ഇപ്പം കാണുമ്പോൾ ഞാൻ മീനൻ്റെ സൈഡാ. മീന വെറും പാവാന്നതില്, പച്ച പാവം. അതെന്തേ? അരവിന്ദന് ചന്തുമാതിരി. അരവിന്ദന്റെ ചന്തി മാതിരിയാ? അരവിന്ദന്റെ ചന്തി മാതിരി അല്ല, അരവിന്ദന് ചന്തുമാതിരി. ദിനേശാട്ടൻ ഒരുത്തനുണ്ട്. അതാരാ? ഐത്ത് എന്തിനും ഏതിനും ഒരു ഐത്ത്. ദിനേശേട്ടാ, ഡോളറിന്റെ മൂല്യം വല്ലാണ്ട് കൂടിയല്ലേ? രൂപന്റെ മൂല്യം എപ്പോ അമ്മപ്പോ കൂടുക? അല്ലടാ, ഈ ഡോളറിന്റെ മൂല്യം വല്ലാണ്ട് കൂടിയല്ലേ? അല്ല, ഞാനും സുലിയുടെ വർത്തമാനം വന്നിരിക്കരുത്. എന്നിട്ട് ഓള് പറയാം ഡോളറിന്റെ മൂല്യം കൂടിയല്ലോ, രുപ്യന്റെ മൂല്യം എപ്പാ കൂടുക? അത് ദിനേശേട്ടാ, ബിരിയാണിക്ക് ബസ്മതി റൈസ് ആണോ നല്ലത്, ജീരകശാല റൈസ് ആണോ? അറിയില്ലടി. അറിയില്ല, ബസ്മതി റൈസ് വെച്ചിട്ടാക്കാം. എടാ, ഈ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നല്ലത് ബസുമതി റൈസാണോ അതോ ജീരകശാല റൈസാണോ? എടാ അജിത്തെ, എടാ ഒരു 2 റിങ് മര്യാദക്ക് അടിക്കട്ടാ, എന്നിട്ടെടുക്ക് പോണ്. എന്ത് നന്ദി എപ്പോൾ പോണ്ട ഉള്ളിൽ തന്നെ. അല്ലടാ, ഞാൻ പറയുന്നത് വെച്ചാലുണ്ടല്ല, നമുക്കൊരു നായ്ക്കുട്ടീനെ വാങ്ങിയാലോ എന്ന് ഞാൻ ദിനേശാട്ടിനോട് ചോദിച്ചിന്. അപ്പം തന്നെ ആ നായി ചോദിച്ചിനി. അത് പിന്നെ അതുണ്ടല്ലോ, ഈ ആൺ നായ്ക്കുട്ടിയില്ലേ, നായിൻ്റെ മോൻ, അത്. ഓ, ഇണങ്ങാൻ അതായിരിക്കില്ല അല്ലേ? ശരിയാ. എടാ, ഒരു ആൺ നായ്ക്കുട്ടി ഒരു നായിൻ്റെ മോനെ കിട്ടുവാ? തുപ്പിയനും തൂറിയനും ഒരയത്ത്, ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതിയും പോലെ, രാജസേനും ജയറാമും പോലെ, നരേന്ദ്രമോദിയും അമിത്ഷായും പോലെ. ഞാൻ എന്നും എൻ്റെ കൃഷ്ണനോട് പ്രാർത്ഥിക്കും, കൃഷ്ണ എൻ്റെ കൃഷ്ണ, ഇവരെ കൂട്ടുകെട്ടൊന്ന് പൊട്ടിച്ചു തരണേ ഭഗവാനേ. കൃഷ്ണ, പാർത്ഥസാരഥേ, ഭക്തവത്സല. അവസാനം എൻ്റെ കൃഷ്ണൻ എൻ്റെ പ്രാർത്ഥന കേട്ടു പപ്പി.